പ്രധാനമന്ത്രിയെ അവഹേളിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻ മണി അറസ്റ്റിൽ. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. കോഴിക്കോട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ വിവരങ്ങൾ അനഘ ഹർഷൻ നൽകും. അനഘ, അങ്ങനെ നാളുകൾ നീണ്ട, മാസങ്ങൾ, ആഴ്ചകൾ നീണ്ട ഇതിനൊടുവിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു ജാൻമണി. പ്രധാനമന്ത്രിക്കെതിരെ അത്രത്തോളം വലിയ അസഭ്യവർഷം ഒരിക്കൽ കൂടി നമുക്ക് ആവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പ്രസ്താവന നടത്തിയ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് വലിയ വൈമുഖ്യമായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നു അല്ലേ? എന്താണ് ഇനി തുടർ നടപടികൾ? പ്രധാനമന്ത്രിയെയും മാതാവിനെയും അവഹേളിച്ച കേസിലാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ജാൻമണിക്കെതിരെ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് കോഴിക്കോട് സൈബർ പോലീസിലും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ സമ്മർദ്ദം ശക്തമാക്കിയതിന്റെ പേരിൽ മാത്രം പോലീസ് ഇപ്പോൾ ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ജാൻമണി ഉള്ളത്. ഈ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മരിച്ചുപോയ, ജീവിച്ചിരിപ്പില്ലാത്ത മാതാവിനെയും അത്യന്തം അവഹേളിക്കുന്ന, അപമാനിക്കുന്ന രീതിയിലായിരുന്നു ജാൻമണി അന്ന് നടത്തിയ പ്രസ്താവന. അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ വിമർശനം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയായിരുന്നു ജാൻമണിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന, പിഴ ചുമത്താവുന്ന കുറ്റം കൂടിയായിരുന്നു അന്ന് പോലീസ് ജാൻമണിക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജാൻമണി നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഹാജരായിട്ടുണ്ട്. ഈ ജാൻമണിയെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് ഈ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് സൈബർ പോലീസ് സ്റ്റേഷനിലാണ് നിലവിൽ ജാൻമണി ഉള്ളത്. വ്യക്തമാണ് അനഘ. ഇത് മാത്രമല്ല, ഒന്ന് ആലോചിച്ചു നോക്കണം, അർജുൻ ആയങ്കിയെ പോലെ ഒരു കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാൻ പാടുപെട്ട് നടന്നിരുന്ന കേരള പോലീസ് എത്ര പെട്ടെന്നാണ് നമ്മുടെ ആ 70 വയസ്സിനു മീതെ പ്രായമുള്ള ആ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ചു കൂട്ടിയ നാടകങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിരുന്നു പ്രധാനമന്ത്രിക്കെതിരെ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ അമ്മയ്ക്കെതിരെ വരെ അത്രത്തോളം ഹീനമായ പ്രസ്താവന നടത്തിയ ജാൻമണിയെ അറസ്റ്റ് ചെയ്യാൻ ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഇനി അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ? അതായത് ജാൻമണിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഈ കേസിനെ ഏത് രീതിയിലായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോവുക? അതായത് കോഴിക്കോട് സിറ്റി സൈബർ പോലീസാണ് ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഈ ജാൻമണിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ജാൻമണിക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ ജാൻമണിയെ വിടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ജാൻമണിക്ക് അകത്ത് കിടക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ ജാൻമണിയെ പുറത്തു വിടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. ആ രീതിയിലുള്ള വകുപ്പുകളാണ് നേരത്തെ ചുമത്തിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും പ്രധാനമന്ത്രിയെയും അതുപോലെ അദ്ദേഹത്തിന്റെ മാതാവിനെയും അപമാനിക്കുന്ന രീതിയിലാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുള്ള ജാൻമണി സമൂഹത്തിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നത്. ഇതൊരു വട്ടമല്ല. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള നവ്യ ഹരിദാസ് തന്നെ വ്യക്തമാക്കിയതാണ്. ജാൻമണി നിരന്തരം ഇത്തരത്തിൽ ഈ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ തവണ നടത്തിയ പരാമർശം ഒരു ഘട്ടത്തിൽ പോലും അംഗീകരിക്കാനോ അത് കേട്ടു നിൽക്കാനോ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയിരുന്നത്. ഈ കേസിലാണ് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പരാതി കൊടുത്തിരുന്നത്. നവ്യ ഹരിദാസ് മാത്രമല്ല, BJPയുടെ നേതൃത്വത്തിൽ ജാൻമണിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നേരിട്ടെത്തി പ്രവർത്തകർ, മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ അടക്കമുള്ളവർ വിവിധ സ്റ്റേഷനുകളിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട്ടെ വിവിധ സ്റ്റേഷനുകളിലും ഈ ജാൻമണിക്കെതിരെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിലാണ് സൈബർ പോലീസ് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു. ജാൻമണിക്കെതിരെ കേസെടുത്തിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് BJP അടക്കം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പക്ഷത്തിൽ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്നാണ് ഇപ്പോൾ ജാൻമണിയെ ഈ സൈബർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് ചുമത്തിയതിനാൽ ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ ജാൻമണിയെ വിട്ടയക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. വ്യക്തമാണ് അനഘ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രധാനമന്ത്രിയെ അവഹേളിച്ച സംഭവത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി അറസ്റ്റിലായിരിക്കുന്നു. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് സൈബർ പോലീസാണ് ജാൻമണിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. അതുകൊണ്ട് തന്നെ ജാൻമണിക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു
കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ.